Good morning. Now we are studying about wind energy. In the previous classes, we studied about the formation of wind and we studied about wind energy conversion system. ഇപ്പോൾ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന് 5 പാർട്സ് ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ആൻഡ് ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഈച്ച് ഓഫ് ദീസ് പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം ഈസ് വിൻഡ് ടർബൈൻ. ആൻഡ് വി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് വാട്ട് ഈസ് വിൻഡ് ടർബൈൻ. വിൻഡ് ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വിൽ കൺവേർട്ട് വിൻഡ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി, ഓർ ഇറ്റ് വിൽ കൺവേർട്ട് വിൻഡ് എനർജി ഇൻടു റൊട്ടേഷണൽ മെക്കാനിക്കൽ എനർജി. അതായത് ഇതെന്ന് പറയുന്നത് വിൻഡ് ടർബൈൻ എന്ന് പറയുന്നത് വിൻഡ് വരുമ്പോൾ അതൊരു പങ്കയാണ്. വിൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും? അത് കറങ്ങും. അത് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അതെന്തായി മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വിൻഡ് ടർബൈൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദർ ആർ 2 types ഓഫ് വിൻഡ് ടർബൈൻസ് ആർ ദർ. One is named as horizontal axis wind turbine അല്ലെങ്കിൽ horizontal axis machine, and the second one is named as vertical axis wind turbine അല്ലെങ്കിൽ vertical axis machine. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. You can see here. ഇവിടെ എന്താ സംഭവിക്കുന്നത്? It is an example of horizontal axis wind turbine. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് നിൽക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. പക്ഷേ ആ ബ്ലേഡ് എല്ലാം കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ആക്സിസിലാണ്. ആ ആക്സിസ് നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയാം. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കാം. ഭൂമി എങ്ങനെ നിൽക്കുന്നു അതിന് പാരലായിട്ട് നിൽക്കുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയാം. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഹൊറിസോണ്ടൽ, ബട്ട് ദ വെർട്ടിക്കൽ ബ്ലേഡ്സ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് horizontal, those types of wind turbines are named horizontal axis wind turbine. This is an example of vertical axis wind turbine. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കറങ്ങുന്നുണ്ട്. കറങ്ങുന്നത് ഏത് ഡയറക്ഷനിലാണ്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏത് ഡയറക്ഷനിലാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് അല്ലെ? ഒരു കമ്പ് കുത്തി വെക്കുകയാണെങ്കിൽ ആ കമ്പിന്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, isn't it? So these types of wind turbines are named as vertical axis wind turbine അല്ലെങ്കിൽ vertical axis machine എന്ന് പറയാം. So you can say what is horizontal axis wind turbine. In this case of horizontal axis wind turbine, the axis of rotation is horizontal and turbine blades are placed in vertical direction. ആ വലത് വശത്ത് വരച്ചിരിക്കുന്നത് ഒരു horizontal axis wind turbine ന്റെ ചിത്രമാണ്. And vertical axis wind turbine എന്ന് പറഞ്ഞാൽ എന്താ? In this case the axis of rotation is vertical and the turbine blades are also in the vertical direction. വലതുവശത്ത് താഴെ വരച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു vertical axis wind turbine ആണ്. So we can say that wind turbines are 2 types. One is horizontal axis and another one is vertical axis. അപ്പോൾ what is the function of wind turbine എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? It will convert the wind energy into mechanical energy, and it is 2 types of are there. One is horizontal axis wind turbine and another one is vertical axis wind turbine. അപ്പോൾ ഈ വിൻഡ് ടർബൈന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺട്രോളറാണ് പിച്ച് കൺട്രോളർ ആൻഡ് യോക്ക് കൺട്രോളർ എന്ന് പറയുന്നത്. യോക്ക് കൺട്രോളർ എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മളിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ കറക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരു പ്രത്യേക ഡിറക്ഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ബ്ലേഡിന്റെ ഡിറക്ഷനിലേക്ക് കാറ്റ് വന്നാൽ മാത്രമേ വിൻഡ് ടർബൈൻ നല്ല വൃത്തിയായിട്ട് കറങ്ങുകയുള്ളൂ. അല്ലാതെ ബ്ലേഡിന്റെ പിന്നിൽ കൂടി കാറ്റ് വന്നു എന്ന് വിചാരിച്ച് ആ വിൻഡ് ടർബൈൻ വൃത്തിയായിട്ട് കറങ്ങിക്കോണമെന്നില്ല. അപ്പോഴുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താ? ആ ഡിറക്ഷനിൽ ഒരു ഡിറക്ഷനിൽ കാറ്റ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? വിൻഡ് ടർബൈൻ വൃത്തിയായിട്ട് കറങ്ങുകയുള്ളൂ. മറ്റേതെങ്കിലും ഡിറക്ഷനിൽ കാറ്റ് വരികയാണെങ്കിലോ വിൻഡ് ടർബൈൻ വൃത്തിയായിട്ട് കറങ്ങില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും എപ്പോഴും ഒരേ ഡിറക്ഷനിൽ കാറ്റ് വന്നോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ തെക്കോട്ട് കാറ്റ് വരാം, ചിലപ്പോൾ വടക്കോട്ടാവാം, കിഴക്കോട്ടാവാം, പടിഞ്ഞാട്ടാവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കാറ്റ് വരാം. അങ്ങനെ പല ഡിറക്ഷനിലേക്ക് കാറ്റ് വരുന്ന ഒരു സ്ഥലത്ത് വി കാനോട്ട് ഫിക്സ് ദിസ് ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഈ വിൻഡ് ടർബൈൻ്റെ ബ്ലേഡ് കാറ്റ് വരുന്ന ഡിറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു വെക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? യോക്ക് കൺട്രോളർ എന്ന് പറയുക. സോ വാട്ട് ഈസ് യോക്ക് കൺട്രോളർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറക്ട് ദ വിൻഡ് ടർബൈൻ റോട്ടർ ടുവേർഡ്സ് ദ വിൻഡ്. വിൻഡ് ഏത് ഡിറക്ഷനിലാണോ വരുന്നത് ആ ഡിറക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ വിൻഡ് ടർബൈനെ തിരിച്ചു വെക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
ഒരു കൺട്രോളർ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യോക്ക് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ഉപയോഗിക്കുക? എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ വിൻഡ് വരുന്ന ഒരു സ്ഥലത്ത് ഈ യോക്ക് കൺട്രോളർ വേണ്ട ആവശ്യമില്ല. കാരണം എന്ത് ചെയ്താൽ മതി, വിൻഡ് ടർബൈൻ ആ ഡിറക്ഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. സോ ഇറ്റ് ഈസ് യൂസിങ് ഇൻ ഏരിയ വെർ ദ വിൻഡ് ഡിറക്ഷൻ ചേഞ്ചസ്. പിന്നെ ഇത് ഒറിസോണ്ടൽ ആക്സിസിന് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈനിൽ ഇപ്പോൾ ഏത് ഡിറക്ഷനിൽ വിൻഡ് വന്നു കഴിഞ്ഞാൽ അത് കറങ്ങിക്കോളും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസിങ് ഇൻ വെർട്ടിക്കൽ ആക്സിസ് മെഷീൻ. സോ a yaw controller, what is the purpose of yaw controller എന്ന് പറഞ്ഞാൽ, it is used to direct the wind turbine towards the wind, and it is using in area where the wind direction changes, and it is not using in vertical axis machine. അപ്പോൾ ഈ വിൻഡ് ടർബൈനിലെ യോ കൺട്രോളർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെയിൽ വെയിൻ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ചെറിയ ടർബൈനിന് യൂസ് ചെയ്യാറ്. വലിയ ടർബൈനിന് നമ്മൾ എന്തെങ്കിലും സെൻസർ, ഇലക്ട്രിക് സെൻസറോ മാഗ്നറ്റിക് സെൻസറോ അല്ലെങ്കിൽ വിൻഡ് സ്പീഡ് സെൻസറോ അങ്ങനെ ഇലക്ട്രോണിക് സെൻസർ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ വലിയ വിൻഡ് ടർബൈനെ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഏറ്റവും ചെറിയൊരു വിൻഡ് ടർബൈൻ ഈ ടെയിൽ വെയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക നമുക്ക് നോക്കാം. ടെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വാല് എന്നാണ് ടെയിൽ എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇതൊരു വിൻഡ് ടർബൈൻ്റെ ചിത്രമാണ്. ഒരു ടവറുണ്ട്, ആ ടവറിന്റെ മുകളിൽ നമ്മൾ വിൻഡ് ടർബൈൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിന്റെ റോട്ടറി ബ്ലേഡ്സ് ആണ് അല്ലെങ്കിൽ ടർബൈൻ ബ്ലേഡ്സ് ആണ് ഇടത് ഭാഗത്തിരിക്കുന്നത്. വലത് ഭാഗത്ത് ടെയിൽ വെയിൻ ഉണ്ട്, അതായത് വാലിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ടെയിൽ വെയിൻ. അപ്പോൾ ഈ ടെയിൽ വെയിൻ എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ടെയിൽ വെയിൻ്റെ മുകളിൽ കാറ്റടിക്കും. ആ കാറ്റടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ വിൻഡ് ടർബൈൻ മുഴുവനായിട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അതായത് ആ വിൻഡിന്റെ മുകളിൽ വരച്ചിരിക്കുന്ന റോട്ടർ മുതൽ ടെയിൽ വെയിൻ വരെ മുകളിലിരിക്കുന്ന ആ സാധനം കാറ്റ് വരുമ്പോൾ ടെയിൽ വെയിൻ റൊട്ടേറ്റ് ചെയ്യുകയും ആ ഡിറക്ഷനിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഗുണം എന്താ ഉള്ളത്, ഏത് ഡിറക്ഷനിലാണോ കാറ്റ് വരുന്നത് ആ ഡിറക്ഷനിലേക്കായിരിക്കും ടെയിൽ വെയിൻ റൊട്ടേറ്റ് ചെയ്ത് റോട്ടറിന്റെ ബ്ലേഡ് കൊണ്ട് വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, വിൻഡ് ഏത് ഡിറക്ഷനിൽ വരുമോ ആ ഡിറക്ഷനിലേക്ക് ടെയിൽ വെയിൻ ആ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുകയും ആ റോട്ടർ ബ്ലേഡ് എന്ത് ചെയ്യുകയും ചെയ്യും, ഈ പറഞ്ഞ വിൻഡ് വരുന്ന ഡിറക്ഷനിലേക്ക് നിൽക്കുകയും ചെയ്യും. സോ ദ ടെയിൽ വെയിൻ ഈസ് വൺ ഓഫ് ദ യോ കൺട്രോളർ എന്ന് നമുക്ക് പറയാം. പിന്നെ ഹയർ അല്ലെങ്കിൽ വളരെ വലിയ ലാർജർ ആയിട്ടുള്ള വിൻഡ് ടർബൈൻസിന് നമ്മൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള സെൻസേഴ്സ് ആണ് നമ്മൾ അതിന് ഉപയോഗിക്കാറുള്ളത്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യോ കൺട്രോളർ? ഇറ്റ് വിൽ സെൻസ് ദ സ്പീഡ് ആൻഡ് വിൻഡ് ഡിറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ റൊട്ടേറ്റ് ദ ആക്സിസ് ഓഫ് ടർബൈൻ ടു ഫേസ് ദ ബ്ലേഡ് ടുവേർഡ്സ് ദ വിൻഡ്. പിന്നെ ഈ കാറ്റിന്റെ സ്പീഡ് കൂടി വളരെയധികം കൂടുകയാണെങ്കിൽ ഈ വിൻഡ് ടർബൈൻ കറങ്ങിക്കഴിഞ്ഞാൽ ടവർ ഉൾപ്പെടെ എല്ലാ സാധനവും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ യോ കൺട്രോളർ എല്ലാത്തിലും അല്ല, ഈ ടെയിൽ വെയിൻ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള യോ കൺട്രോളറിൽ മാത്രമേ ഈ പറഞ്ഞ അവസാനം പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വളരെയധികം സ്പീഡ് വരുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യും, ആ യോ കൺട്രോളർ എന്ത് ചെയ്യും, ആ വിൻഡ് ടർബൈൻ്റെ റൊട്ടേഷൻ അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ യോ കൺട്രോളർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അവിടെ വളരെ സ്പീഡിൽ വിൻഡ് വരുമ്പോൾ ആ വിൻഡിന്റെ അല്ലെങ്കിൽ വിൻഡ് ടർബൈൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്താൽ എന്താ ഗുണം ഉണ്ടാവുക, ഈ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ കറങ്ങി ടവർ ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുന്നത് നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ യോ കൺട്രോളർ ഈസ് ഓൾസോ യൂസിങ് ടു പ്രൊട്ടക്ട് ദ സിസ്റ്റം ഫ്രം എക്സ്ട്രീം കണ്ടീഷൻ ബ്രോട്ട് ബൈ സ്ട്രോങ് വിൻഡ്സ്, അല്ലെ? വളരെ സ്ട്രോങ് വിൻഡ് മൂലം ഉണ്ടാകുന്ന എക്സ്ട്രീം കണ്ടീഷൻ, വളരെ സ്ട്രോങ് വിൻഡിൽ വളരെ വേഗത്തിൽ അത് കറങ്ങിക്കഴിഞ്ഞാൽ ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യോ കൺട്രോളർ ഉപയോഗിക്കാറുണ്ട്. മെയിൻലി യോ കൺട്രോളർ ഈസ് യൂസിങ് ടു റൊട്ടേറ്റ് ദ ആക്സിസ് ഓഫ് ടർബൈൻ to face the blades towards the wind, but it is also using for some cases it is also using for protect the system from extreme condition. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഈ ടർബൈനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കൺട്രോളറാണ് പിച്ച് കൺട്രോളർ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു മിനിമം സ്പീഡിലൊക്കെ ഈ വിൻഡ് ടർബൈൻ കറങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സപ്പോസ് ആദ്യം അത്യാവശ്യം നല്ല സ്പീഡിൽ ഒരു കാറ്റ് വന്നു, അപ്പോൾ വിൻഡ് ടർബൈൻ അത്യാവശ്യം നല്ല സ്പീഡ് കറങ്ങി, പെട്ടെന്ന് കാറ്റിന്റെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ കാറ്റിന്റെ സ്പീഡ് കുറഞ്ഞാൽ ആ വിൻഡ് ടർബൈൻ അപ്പം തന്നെ അതിന്റെ സ്പീഡ് കുറഞ്ഞ് കറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി നമുക്കതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മിനിമം സ്പീഡ് എപ്പോഴും അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പിച്ച് കൺട്രോളർ ഉപയോഗിക്കുന്നത്. അതായത് ഇനീഷ്യലി ഇഫ് ദ വിൻഡ് ടർബൈൻ ഈസ് മൂവിങ് വിത്ത് വെരി മച്ച് ഹയർ സ്പീഡ് ആൻഡ് സപ്പോസ് പെട്ടെന്ന് വിൻഡിന്റെ സ്പീഡ് കുറഞ്ഞു,
അങ്ങനെ പെട്ടെന്ന് സ്പിന്നിന്റെ സ്പീഡ് കുറയുകയാണെങ്കിലും ആ വിൻഡിന്റെ സ്പീഡ് കുറഞ്ഞത് അപ്പോൾ തന്നെ വിൻഡ് ടർബൈനിലേക്ക് ബാധിക്കാതെ കുറച്ച് സമയം കൂടി വിൻഡ് ടർബൈൻ ഒരു മിനിമം സ്പീഡിൽ ഒരു ഒപ്റ്റിമം ലെവലിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പിച്ച് കൺട്രോളർ ഉപയോഗിക്കുന്നത്. സോ പിച്ച് കൺട്രോളർ ഈസ് യൂസിങ് ടു കീപ് ദ റോട്ടർ സ്പീഡ് വിത്തിൻ ദ റിക്വയർഡ് ഒപ്റ്റിമം ലെവൽ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വിൻഡ് ടർബൈൻ. സോ വിൻഡ് ടർബൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ആൻഡ് വിൻഡ് ടർബൈൻ 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഈ വിൻഡ് ടർബൈൻ്റെ കേസിൽ യോ കൺട്രോളറും പിച്ച് കൺട്രോളും വിൻഡ് ടർബൈൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം ഈസ് മെക്കാനിക്കൽ ഇന്റർഫേസ്. As we know, we discussed in the previous class that this mechanical interface is using to transfer the mechanical rotational mechanical energy to the generator. അപ്പോൾ അതായത് വിൻഡ് ടർബൈൻ വിൻഡ് എനർജി മെക്കാനിക്കൽ എനർജിയായി ഇനി ആ മെക്കാനിക്കൽ എനർജിയെ എവിടേക്ക് എത്തിക്കണം, ജനറേറ്ററിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെക്കാനിക്കൽ ഇന്റർഫേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നോർമലി ഒരു വിൻഡ് ടർബൈൻ ഒരു 40 മുതൽ 50 വരെയൊക്കെ റൊട്ടേഷൻ പെർ മിനിറ്റ് അത്രയും സ്പീഡിലൊക്കെ കറങ്ങാൻ സാധ്യതയുള്ളൂ. ഇതിനേക്കാളും സ്പീഡിലൊന്നും സാധാരണ കറങ്ങാറില്ല. അതായത് 50 റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒരു പ്രാവശ്യം അത് വട്ടം കറങ്ങി തീരും. അത് അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് കറങ്ങുന്നത്. പക്ഷേ നമുക്ക് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, ഒരു 1800 റൊട്ടേഷൻ പെർ മിനിറ്റിന്റെ ആ ഒരു റേഞ്ചിൽ ഒരു റൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ജനറേറ്ററിൽ നിന്ന് ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു ഇൻക്രീസ് ദ റൊട്ടേഷൻ പെർ മിനിറ്റ് ഫ്രം 40 to 50 to 1800 റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലെ. വിൻഡ് ടർബൈനിൽ നിന്ന് 40 to 50 റൊട്ടേഷൻ പെർ മിനിറ്റ് കിട്ടുന്ന ആ റൊട്ടേഷൻ പെർ മിനിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇൻക്രീസ് ചെയ്ത് 1800 റൊട്ടേഷൻ പെർ മിനിറ്റിന്റെ ഒക്കെ ഓർഡറിലേക്ക് ആക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, മെക്കാനിക്കൽ ഇന്റർഫേസ് ആണ്. അപ്പോൾ ഈ നിങ്ങൾക്കെല്ലാവർക്കും വാഹനങ്ങളിൽ, അതായത് ഓട്ടോമൊബൈൽസിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, അതല്ലെങ്കിൽ എഞ്ചിനിൽ നിന്ന് എഞ്ചിന്റെ റൊട്ടേഷൻ നമ്മുടെ ടയറിലേക്ക് പോകുമ്പോൾ ആ റൊട്ടേഷൻ പെർ മിനിറ്റ് കൂട്ടുകയും കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഗിയർ എന്ന് പറയുന്നത്. സോ വി ആർ യൂസിങ് ഗിയർ ആസ് മെക്കാനിക്കൽ സിസ്റ്റം ഹിയർ. പിന്നെ ബെൽറ്റ്, ചെയിൻ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ ബെൽറ്റും ചെയിനും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസിങ് ഇൻ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്കറിയാം, നമ്മൾ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്പീഡിലാണ് നമ്മൾ ചവിട്ടുന്നത്. പക്ഷെ അത്ര സ്പീഡ് അതേപോലെയല്ല എവിടേക്ക് എത്തുന്നത്, നമ്മുടെ സൈക്കിളിന്റെ ടയറിലേക്ക് എത്തുന്നത്. ടയറിലേക്ക് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുക, ആ ചെയിൻ കാരണം എന്ത് സംഭവിക്കും, അവിടെ റൊട്ടേഷൻ പെർ മിനിറ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ചവിട്ടുമ്പോൾ അത്രയും വേഗത്തിൽ സൈക്കിൾ പോകുന്നത്. സോ ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, വി ക്യാൻ യൂസ് ഗിയേഴ്സ് ഉപയോഗിക്കാം, ചെയിൻ ഉപയോഗിക്കാം. പിന്നെ ബെൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ഫ്ലോർ മില്ലിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് മോട്ടർ ഒരു സ്പീഡിലായിരിക്കും കറങ്ങുക, പക്ഷേ ആ സ്പീഡിലായിരിക്കില്ല അവിടെ പൊടിപ്പിക്കുന്ന നമ്മുടെ മുളക് പൊടിപ്പിക്കാനും അരി പൊടിപ്പിക്കാനും ഗോതമ്പ് പൊടിപ്പിക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന ആ മെഷീൻ കറങ്ങുക ചിലപ്പോൾ ആ സ്പീഡിലായിക്കോളുന്നില്ല, അതിനേക്കാൾ സ്പീഡിലായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന മോട്ടറിൽ നിന്ന് ആ മെഷീനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ ബെൽറ്റ് എന്ന് പറയുക. സോ ആസ് മെക്കാനിക്കൽ ഇന്റർഫേസ് ഹിയർ വി ആർ യൂസിങ് ബെൽറ്റ് ഈസ് യൂസിങ്, ചെയിൻസ് ആർ യൂസിങ്, ഗിയേഴ്സ് എക്സെട്ര ആർ യൂസിങ്, ആൻഡ് ഇൻ സം കേസസ് മോട്ടോർസ് ആർ ആൾസോ യൂസിങ് ഹിയർ. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ വിൻഡ് എനർജി കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കി, മെക്കാനിക്കൽ എനർജി ആവശ്യമുള്ള സ്പീഡിലുള്ള റൊട്ടേഷൻ പെർ മിനിറ്റ് ആക്കിയിട്ട് ഇവിടെ എത്തിച്ചു. ഇനി നമുക്കതിന് എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ജനറേറ്റർ ഈസ് യൂസിങ് ടു കൺവേർട്ട് ദിസ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി. ആൻഡ് ഫോർ ദാറ്റ് AC കറണ്ട് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് AC ജനറേറ്റർ ഉപയോഗിക്കാം. DC കറണ്ട് ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് DC ജനറേറ്റർ ഉപയോഗിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഡൈനാമോയെ പറ്റി. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഒരു ആർമേച്ചർ ഉണ്ടാവും. ആർമേച്ചർ എന്ന് പറയുന്നത് വെറുതെ ഒരു കമ്പിച്ചുരുളാണ്. ഈ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വട്ടം കറങ്ങുമ്പോൾ ഒരിക്കൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ, ആ മെക്കാനിക്കൽ എനർജി എവിടെ എത്തുമ്പോൾ, ആർമേച്ചറിൽ എത്തുമ്പോൾ ആർമേച്ചർ കറങ്ങും. ആർമേച്ചർ കറങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും. സോ ദിസ് ജനറേറ്റർ ഈസ് യൂസിങ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം മെക്കാനിക്കൽ എനർജി. 2 തരത്തിലുള്ള ജനറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് ജനറേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് ജനറേറ്റർ ഉപയോഗിക്കാം. കോൺസ്റ്റന്റ് സ്പീഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിൽ
കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനത്തേനാണ് നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡ് ജനറേറ്റർ എന്ന് പറയുക. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ സിസ്റ്റം. അതായത് കാറ്റിന്റെ സ്പീഡ് വേരി ചെയ്യാം. ഇപ്പൊ കാറ്റ് ഏത് സ്പീഡിൽ വന്നാലും ഒരേ സ്പീഡിൽ തന്നെ ജനറേറ്ററിന്റെ ആർമേച്ചർ കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഒരുപാട് സെൻസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കുറച്ച് വില കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് വേരിയബിൾ സ്പീഡ് ജനറേറ്റർ. വേരിയബിൾ സ്പീഡ് ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ആർമേച്ചറിന്റെ വേഗതയും മാറാം. അങ്ങനെ ആർമേച്ചർ ഏത് വേഗതയിൽ കറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി കിട്ടും. അങ്ങനത്തേനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ സ്പീഡ് ജനറേറ്റർ എന്ന് പറയുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അതിന് സെൻസേഴ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കമ്പാരിറ്റീവ്ലി വില കുറവായിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിലുള്ള ഒരെണ്ണം വിൻഡ് ടർബൈൻ ആണ്. അതെന്തിനാണെന്ന് അറിയാം. കൺവേർട്ടിംഗ് വിൻഡ് എനർജി ടു മെക്കാനിക്കൽ എനർജി. നെക്സ്റ്റ് വൺ മെക്കാനിക്കൽ ഇന്റർഫേസ് ആണ്. ആൻഡ് മെക്കാനിക്കൽ ഇന്റർഫേസ് ഈസ് കൺവേർട്ടിംഗ് it will transfer mechanical energy from wind turbine to generator. And third one is generator will convert മെക്കാനിക്കൽ എനർജി ഇൻ ഇലക്ട്രിസിറ്റി. അങ്ങനെ ഇലക്ട്രിസിറ്റി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പണന്റും കൂടി അതിൽ ഉപയോഗിക്കാറുണ്ട്. കൺട്രോളർ എന്ന് പറയുന്ന ഒരു കമ്പണന്റ്. കൺട്രോളർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ എന്ത്? കൺട്രോൾ ചെയ്യുക. അതായത് ആ സിസ്റ്റത്തിനെ, ആ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് കൺട്രോളർ എന്ന് പറയുക. രണ്ട് കൺട്രോളറെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താ? യോക്ക് കൺട്രോളർ ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസിങ് ടു ഓറിയന്റ് ദ റോട്ടർ ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. അല്ലെ, വിൻഡിന്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? യോക്ക് കൺട്രോളർ എന്ന് പറയാം. മറ്റൊരെണ്ണമാണ് പിച്ച് കൺട്രോളർ എന്ന് പറയാം. പിച്ച് കൺട്രോളറിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പിച്ച് ഓഫ് ദ റോട്ടർ ടു ദ ഒപ്റ്റിമം ലെവൽ. അല്ലെ, അതായത് ആ റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ റൊട്ടേഷന്റെ സ്പീഡ് ഒരു ഒപ്റ്റിമം ലെവലിൽ വെക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പിച്ച് കൺട്രോളർ ഉപയോഗിക്കുന്നത്. പിന്നെയും കൺട്രോൾ സിസ്റ്റംസ് അവിടെ ഉപയോഗിക്കാറുണ്ട്. ഒന്നിനെ സ്റ്റാർട്ടപ്പ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയും. അതായത് ഒരു വളരെ മെല്ലെ ഒരു 5 km/h എന്ന് പറയുന്ന സ്പീഡിലൊക്കെ ഒരു കാറ്റ് വന്നാൽ അതുകൊണ്ട് കറങ്ങിയിട്ട് കാര്യമായിട്ട് ഇലക്ട്രിസിറ്റി ഒന്നും കിട്ടില്ല. അപ്പോൾ മിനിമം ഒരു സ്പീഡിൽ കാറ്റ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഈ മെഷീൻ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മിനിമം കാറ്റ് വരുന്നത് വരെ ആ മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങുവാൻ വേണ്ട മിനിമം ഒരു കാറ്റ് വരിക. അപ്പോൾ മാത്രം മെഷീൻ വർക്ക് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ഓഫ് എക്യുപ്മെന്റ് നമ്മൾ കൺട്രോളർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഷട്ട് ഡൗണിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളർ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇഫ് ദ സ്പീഡ് ഓഫ് വിൻഡ് ഈസ് വെരി മച്ച് ഹയർ, എന്താ സംഭവിക്കുക? വളരെ ഹൈ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എക്യുപ്മെന്റ് ബുദ്ധിമുട്ട് സംഭവിക്കാം. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാം. അപ്പൊ അതുകൊണ്ട് അത്രയും അധികം സ്പീഡിൽ കാറ്റ് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിന്റെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കാം? കൺട്രോളർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസിംഗ് ടു പ്രൊട്ടക്ട് ദ ജനറേറ്റർ ഫ്രം ഹയർ ടെമ്പറേച്ചർ. അതായത് ഇഫ് ദ generator is working continuously, the temperature may increase. If the temperature is increasing up to a maximum level, നമുക്ക് എന്ത് സംഭവിക്കാം? ആ ജനറേറ്ററിന് എന്തെങ്കിലും സംഭവിക്കാം, അത് കേടാവാം. അപ്പൊ അത്രയും ടെമ്പറേച്ചർ ഒരു ലിമിറ്റിന്റെ മുകളിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വി മേ യൂസ് ദിസ് കൺട്രോൾ സിസ്റ്റം. സോ ദ കൺട്രോളേഴ്സ് ആർ യൂസിംഗ് ഫോർ ദീസ് പർപ്പസസ്. വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന്റെ നാലാമത്തെ കമ്പണന്റ് ആണ് ടവർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ടർബൈൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? കുറച്ച് ഹൈറ്റിൽ വെക്കണം. എങ്കിൽ മാത്രമേ കാറ്റ് വന്ന് ആ ടർബൈൻ ശരിക്കും കറങ്ങുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടവർ ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് ടവർ ടു ഫിക്സ് ദ വിൻഡ് ടർബൈൻ. അപ്പോൾ സാധാരണ കേസിൽ വിൻഡ് ടർബൈനിന്റെ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 10 മീറ്റർ എങ്കിലും എബോവ് ആണ് നമ്മൾ വെക്കാറ്. സോ ദ മിനിമം ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് അറൌണ്ട് 10 മീറ്റർ. and the maximum practical height may be 60 meter. So the tower എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ മുതൽ 60 മീറ്റർ വരെ ഹൈറ്റിലാണ് നമ്മൾ ഈ ടവർ വെക്കാറുള്ളത്. ആൻഡ് സോ മെനി ടൈപ്സ് ഓഫ് ടവേഴ്സ് ആർ ദർ. കോൺക്രീറ്റ് ഉപയോഗിച്ച് ടവർ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടവർ എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഏറ്റവും അധികം നിങ്ങൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒറ്റൊരു പോൾ ഉപയോഗിച്ച്, അതായത് ഒറ്റൊരു കമ്പി ഉപയോഗിച്ചിട്ടുള്ള ടവർ ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ പോൾ ടവർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ട്രസ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ടവർ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ ട്രസ് ടവർ എന്ന് പറയുന്നത്. ആൻഡ് സോ മെനി ടൈപ്സ് ഓഫ് ടവേഴ്സ് ആർ ദർ. ആൻഡ് among them the ട്രസ് ടവർ ആണ് കൂടുതൽ ലാഭകരമായ ടവറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന് അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാം. ഫോർ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം 5 components are there. They are
വിൻഡ് ടർബൈൻ, മെക്കാനിക്കൽ ഇന്റർഫേസ്, ജനറേറ്റർ, കൺട്രോളർ ആൻഡ് ടവർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു പിക്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഒരു ഡയഗ്രാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റോട്ടറിൽ നിന്ന് മെക്കാനിക്കൽ ഇന്റർഫേസ്, അവിടുന്ന് ജനറേറ്റർ, അവിടുന്ന് ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? വിൻഡ് വരുന്നു റോട്ടറിലേക്ക്. ആ റോട്ടർ എന്ന് പറയുന്നത് യോ കൺട്രോളറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെ. യോ കൺട്രോളർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് റോട്ടർ ആണെന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് ദ യോ കൺട്രോളർ. അവിടെ നിന്ന് ഫ്രം ദിസ് റോട്ടർ ദ മെക്കാനിക്കൽ എനർജി ഈസ് ഗോയിങ് ടു ജനറേറ്റർ ത്രൂ മെക്കാനിക്കൽ ഇന്റർഫേസ്. അപ്പോൾ ഈ റോട്ടറും മെക്കാനിക്കൽ ഇന്റർഫേസും ജനറേറ്ററും എല്ലാം എന്ത് വെച്ച് കൺട്രോൾഡ് ആണ്? കൺട്രോളർ വെച്ച് കൺട്രോൾഡ് ആണ്. എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം? ഫോർ കൺട്രോളിംഗ് ദ പിച്ച് വി ആർ യൂസിങ് കൺട്രോളർ, for controlling the temperature we are using the controller, and for controlling the speed also we are using the controller. So these are the basic components of wind energy conversion system, അല്ലെങ്കിൽ wind energy electrical system. Okay, thank you for listening.